ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോ ഇന്ന് നമ്മളുള്ളത് കൺട്രി ക്ലബ് എന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രത്തെ ഒരു റിസോർട്ടിലാണ് കേട്ടോ. നമ്മള് ഇന്ന് രാവിലെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്, ട്രിവാൻഡ്രത്ത് എത്തിയിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ വ്ളോഗിൽ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മൾ ട്രിവാൻഡ്രത്ത് എത്തിയിട്ടുള്ള വിശേഷങ്ങളും അതേപോലെ തന്നെ നമ്മളെ റിസോർട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. തിരുവനന്തപുരം സെൻട്രലിൽ, അതായത് നമ്മുടെ തമ്പാനൂർ ട്രെയിൻ ഇറങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ അവിടുന്ന് ഒരു KSRTCക്ക് കോവളത്തേക്ക് പോവുകയാണ് ചെയ്തത്. അവിടുന്ന് 20 രൂപ ടിക്കറ്റ് ആണ് കേട്ടോ വരുന്നത് കോവളത്തേക്ക്. വളരെ നേരത്തെ തന്നെ റിസോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ചെക്ക് ഇൻ സമയം എന്ന് പറയുന്നത് 2 മണിയാണ്. പക്ഷെ നമ്മൾ അവിടെ ഏകദേശം ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് തന്നെ 8-9 മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യം അവർ പറഞ്ഞു ചെക്ക് ഇൻ സമയം 2 മണിയാണെന്ന്. പക്ഷെ നമ്മൾ എത്തിയപ്പോൾ അവർ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കി, റൂമും കാര്യങ്ങളൊക്കെ സെറ്റാക്കി പെട്ടെന്ന് തന്നെ അവർ നമ്മളെ റൂമിലേക്ക് മാറ്റി കേട്ടോ. ചെറിയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചെക്ക് ഇൻ സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ, ഇനിയിപ്പോൾ അവരെന്തെങ്കിലും നമ്മളെ ട്രബിൾ ആക്കുമോ എന്നുള്ളതൊക്കെ. പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. വളരെ പെട്ടെന്ന് തന്നെ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അവർ റിസപ്ഷനിൽ നിന്ന് നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ക്യാരി ചെയ്ത് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഊഞ്ഞാലാടുകയാണോ? അമ്മ ആട്ടി തരണോ? ആണോ? എവിടെ? ഞാൻ അവിടെ ഇരിക്കാനാ? മമ്മി ഇരുന്ന് കഴിഞ്ഞാൽ ആട്ടി തരുമോ? ഓക്കെ, സൂപ്പർ. ഞാൻ അവിടെ ഇരിക്കണോ? ഇരിക്കാട്ടോ. നമ്മുടെ ഫുഡൊക്കെ റൂമിൽ എത്തിയിട്ടുണ്ട്. റൂം സർവീസ് അവൈലബിൾ ആണ്. അവർ നമുക്ക് റൂമിലേക്ക് എത്തിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. 2 മണിയായിട്ടോ. അപ്പൊ ഞങ്ങള് റൂമിലെത്തി ഫ്രഷ് ആയി ജസ്റ്റ് ഒന്ന് കിടന്നുറങ്ങി. പിന്നെ നമ്മള് പുറത്ത് പോയിട്ട് ഇപ്പൊ ഭയങ്കര വെയിലും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമ്മള് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കണില്ല കരുതി ഇവിടെ തന്നെ ഓർഡർ ചെയ്യാണ് ചെയ്തത്. അപ്പൊ ഇവിടെ തന്നെ റെസ്റ്റോറന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവര് റൂം സർവീസ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ അവര് ഫുഡൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണുള്ളതെന്ന്. ഇതൊക്കെ ഇത് പപ്പടം ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ സാലഡ് ഉണ്ട്, പിന്നെ സ്പൂൺസും കാര്യങ്ങളും ടിഷ്യൂ ഒക്കെ വെച്ചിട്ടുണ്ട്, പിന്നെ അച്ചാറ്, പിന്നെ നമ്മള് ഒരു എഗ് ഫ്രൈഡ് റൈസും പിന്നെ അതേപോലെ ഒരു ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട്. പപ്പടം കണ്ടപ്പോ ഇവിടെ ഒരാൾക്ക് പപ്പടം കാണാൻ ഞങ്ങൾ കൊടുക്കാറില്ല. പക്ഷെ ഇപ്പൊ അവര് കൊണ്ടുവന്നപ്പോ അവൾക്ക് പപ്പടം കാണാം. അപ്പൊ അപ്പം പറഞ്ഞ കറിയാണ്. അപ്പൊ ഞങ്ങള് ചെറിയ പീസ് കൊടുത്തിട്ട് തൽക്കാലം നമ്മൾ ഒതുക്കിയിരിക്കും. അടിപൊളി ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ. ബിരിയാണി നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് നമ്മൾ ഫ്രൈഡ് റൈസ് എടുത്ത് കുട്ടിക്ക് എരിഞ്ഞാലോ എഴുതിയിട്ട് കണ്ടിട്ട് കുറച്ച് സ്പൈസി ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഫ്രൈഡ് റൈസ്, അതിനുശേഷം ബിരിയാണി കഴിച്ചിട്ട് പറയാം എങ്ങനെയാണ്. ഫ്രൈഡ് റൈസ് നമ്മൾ തീർത്തു. ഇനി ഇവിടെ ബിരിയാണിയും കൂടെ ബാക്കി കേട്ടോ. ഫ്രൈഡ് റൈസിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ഇവൾക്ക് എരിവുണ്ടായിട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഫ്രൈഡ് റൈസ് കൊടുത്തത്. പക്ഷെ അവൾ അതൊന്നും കഴിക്കുന്നില്ല. അതിലത്തെ വെജീസും പിന്നെ അതേപോലെ തന്നെ എഗ്ഗും ചിക്കനൊക്കെ അവൾ തുപ്പുക ചെയ്യുന്നത്. റൈസ് കുറച്ച് കഴിച്ച് ഇപ്പൊ മെയിൻ ആയിട്ട് ഈ സാലഡ് മൊത്തം മുക്കി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സാലഡ് ഇഷ്ടമാണ്, തൈരും കാര്യങ്ങളൊക്കെ പുളിപ്പുള്ളത് കൊണ്ട് അത് ഇഷ്ടമാണ്. അത് മാത്രം കഴിക്കുന്നത്. പപ്പടം ഉണ്ടായിരുന്നു, അതും കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതുകൊണ്ട് പപ്പടം ഞങ്ങൾ വേഗം തീർത്ത്. ഈ ബിരിയാണിക്ക് പപ്പടം ഇല്ല. അവളിപ്പോൾ ഇത് കഴിച്ചുകൊണ്ടിരിക്കും. ഇനി ഇത് അവൾ കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് ഇതിട്ട് കഴിക്കാൻ. ഞാനത് അത്യാവശ്യം സ്പൈസി, അത് അവൾക്ക് പറ്റില്ല. ഈ ഫുഡ് അവൾ കഴിച്ച് കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അടുത്തതായി നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ബിരിയാണിയാണ്. ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞിരുന്നത്. ചിക്കൻ കാണുന്നൊന്നുമില്ല, അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും എന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ. അത് ഭയങ്കര എരിവുണ്ട്. എരിവില്ലേ? വെള്ളം കുടിച്ചോ. ഇത് ഭയങ്കര മറ്റേ സ്പൈസി ആയിട്ടുള്ള ബിരിയാണിയാണ്. മസാലയാണ് കൂടുതൽ. ചിക്കൻ പീസും ഉണ്ട്, ചിക്കൻ പീസ് കുറേ ഉണ്ട്. ഇത് നല്ല വലിയ അല്ലിന്റെ കാര്യത്തിൽ തീരുന്നു. അങ്ങനെ യാത്രാക്ഷീണമൊക്കെ ആദ്യം തന്നെ മാറിയത് കൊണ്ട്, ഉറങ്ങി തീർത്തത് കൊണ്ട് നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ നേരെ പോയത് സ്വിമ്മിംഗ് പൂളിലേക്കാണ് കേട്ടോ. 1.5 വയസ്സിൽ നീന്തൽ പഠിക്കാൻ മറ്റേ പപ്പ സ്വിമ്മിംഗ് പൂളിലേക്ക് തള്ളിയിട്ടു എന്ന് പറഞ്ഞതിന് ഒരുപാട് വിമർശനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതേപോലത്തെ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇവൾക്ക് മറ്റേ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടാൻ എന്തോ ഒരു ത്വരയാണോ.
കാട്ടുന്നത് ഒരു പേടിയില്ലല്ലേ? ഇർഷ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഓ നൈസ്, അടിപൊളി. ഇഷ്ടായോ? ഓ അടിപൊളി. അല്ലി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടല്ലേ? അല്ലി ഇഷ്ടായോ? സ്നേഹം ഇഷ്ടായോ? ബൈ. ബാഗ് നോക്കട്ടെ. അല്ലി ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. അവൾക്ക് നല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവളെ എങ്ങോട്ടോ പോവാനുള്ളൊരു ത്രില്ല് ബാഗും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഉള്ളത്. പക്ഷെ എത്ര നേരം ഉണ്ടാവും നമുക്ക് കണ്ടറിയാം. അങ്ങനെ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കുറേ നേരം കളിച്ചതിന് ശേഷം പിന്നെ നമ്മൾ നേരെ പോകുന്നത് ബീച്ചിലേക്കാണ്. ഇവിടെ അടുത്താണ് സമുദ്ര ബീച്ച് വരുന്നത്. ഞാൻ വീഡിയോയിൽ അറിയാതെ ഹവ ബീച്ച് എന്ന് പറയുന്നുണ്ട്, പക്ഷെ സമുദ്ര ബീച്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. അല്ലി എങ്ങോട്ടാ പോകുന്നേ? ബീച്ചിലോട്ട്. പാലം, ഗേറ്റ്, അപ്പുറത്തെ പറമ്പ്, ബീച്ച്. ഏ ഈ കുറുനരി എങ്ങോട്ടേക്കാ പോകുന്നേ? റിസോർട്ടിന്റെ ബാക്കാണ്. ഇവിടെ ഇതേപോലൊരു ഗേറ്റ് വരുന്നുണ്ട്. അതിൻ്റെ ഇവിടുന്ന് സൈഡിലോട്ട് ഇതാ ഇങ്ങനെ ഒരു വഴിയുണ്ട്. ഈ തൊടീൻ്റെ, അതായത് ഈ പറമ്പിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ബീച്ച് വരുന്നത്. ഞാൻ കാണിച്ചു തരാം. അത് കണ്ടോ, കാണുന്നുണ്ടോ? അതാണ് ബീച്ച്. അതായത് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് അപ്പുറത്തെ വീട്ടിലേക്ക് പറമ്പ് വഴി പോകുന്ന പോലെ നമ്മൾ താമസിക്കുന്ന റിസോർട്ടിൻ്റെ തൊട്ടപ്പുറത്താണ് ഹവ ബീച്ച് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിലൂടെ ഒരു കുറുക്ക് വഴിയുണ്ട്. അപ്പോൾ ഈ വഴിയാണ് പോകുന്നത്. ഇതല്ലാതെ നമുക്ക് വേറെ റോഡുണ്ട്, പക്ഷേ നമുക്ക് ഇവിടുന്ന് നടക്കാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നടന്നിട്ടാണ് പോണേ. നമ്മൾ ബീച്ചിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് ബസ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഇവിടെ. അവിടെ പോയി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അതിനുശേഷം കുറച്ച് സമയം നമ്മൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. പക്ഷെ അവിടെ ഒരുപാട് ഏരിയ റെസ്ട്രിക്റ്റഡ് ആണ്, വിസിറ്റേഴ്സിന് അലൗഡ് അല്ല. കാരണം കുറച്ച് 2 മാസമായിട്ട് ആളുകൾ അങ്ങോട്ടേക്ക് ഇറക്കാറില്ല. അങ്ങനെ അവിടുന്ന് പിന്നെ നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് തിരിച്ചു പോരുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മൾ ബീച്ച് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ചു പോവുകയാണ്. എക്സ്പ്ലോർ എന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് മേലേക്ക് തന്നെ. ഇനി നമ്മൾ ഉച്ചയ്ക്ക് ഇവിടെ തന്നെയാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ നമ്മൾ രാത്രി പുറത്തുനിന്ന് എവിടുന്നെങ്കിലും ഫുഡ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകണം. അപ്പോൾ അതിനുള്ള വഴി കണ്ടുപിടിക്കണം ഇനി നെക്സ്റ്റ്. അങ്ങനെ നമ്മൾ കുറച്ച് സമയം ബീച്ചിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ നേരെ നമ്മൾ റൂമിലേക്കാണ് പോയത്. അപ്പോഴത്തേക്കിനും ഇരുട്ടായി ഉണ്ടായിരുന്നു. ഇരുട്ടത്ത് ഭയങ്കരമായിട്ട് കുറേ ലാമ്പും കാര്യങ്ങളൊക്കെ കത്തിച്ച് വെച്ച് നല്ല രസമായിരുന്നു. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ അവിടെ. ഇവിടെ ഒരാൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി വടിയൊക്കെ പിടിച്ച് കിടക്കുന്ന. അങ്ങനെ നമ്മളിതാ പൊറോട്ടയും പിന്നെ അതേപോലെ തന്നെ ദോശയും കടലക്കറിയാണ് കേട്ടോ വാങ്ങിച്ചത്. ഇവിടുത്തെ വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പം വലിയ പൊറോട്ട ആയിട്ട് തോന്നും, പക്ഷെ വളരെ ചെറിയ പൊറോട്ടയാണ്. ഞാൻ കാണിച്ചു തരാം. നമ്മുടെ നാട്ടിലുള്ള പൊറോട്ടനൊക്കെ അപേക്ഷിച്ചിട്ട് കുഞ്ഞു പൊറോട്ടയാണ്. അതേപോലെ തന്നെ കുഞ്ഞി ദോശയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ദോശയും പൊറോട്ടയാണ് നൈറ്റിലെ ഫുഡ്. ഹലോ, അപ്പോൾ ഇപ്പോൾ സമയം 12 മണിയായിട്ടോ. ഇന്ന് മെയ് 14 ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. ഞങ്ങൾ വെഡിങ്, അതായത് കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായി. അപ്പോൾ ഞങ്ങളത് സെലിബ്രേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു ഭാഗം കൂടി ആയിട്ടാണ് ഇന്ന് നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാത്രി ആയപ്പോൾ ഞങ്ങൾക്ക് കേക്ക് കട്ടിങ് പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്നൊരു കൂടി. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിഗ്ഗിയിൽ നിന്ന് കേക്ക് വാങ്ങിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തു രാത്രി 12 മണിക്ക്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ ഇങ്ങോട്ടേക്ക് എത്തിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വ്ളോഗിൽ ഞാൻ പറയാം. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. അതുവരേക്കും ബൈ.